കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കാസർഗോഡ് പെർളയിലെ പശുഫാമിൽ നിന്ന് പശുക്കളെ കടത്തിക്കൊണ്ടുപോയതായി പരാതി. ഫാം നടത്തിപ്പിന് നൽകിയ കരാറുകാരൻ കരാർ തുക നൽകാതെ പശുക്കളെ കടത്തിയെന്നാണ് പരാതി ഉയരുന്നത്. കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ 2016 ഫെബ്രുവരിയിലാണ് വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ബദിയടുക്ക പെർള ഡിവിഷനിൽ ഉക്കിനടുക്കിയിൽ പശുഫാം ആരംഭിച്ചത്. 5.54 കോടി രൂപ ചെലവിൽ ആരംഭിച്ച ഫാമിൽ 100 പശുക്കളെ വളർത്താനാണ് ലക്ഷ്യമിട്ടത്. പാൽ വിൽപ്പനയിലൂടെയും ജൈവവള വിൽപ്പനയിലൂടെയും പ്രതിവർഷം കുറഞ്ഞത് 67 ലക്ഷം രൂപ വരെയാണ് ലാഭം പ്രതീക്ഷിച്ചത്. കോർപ്പറേഷൻ അപേക്ഷ നൽകിയപ്പോൾ പദ്ധതിയിൽ സംസ്കരണ പ്ലാന്റിന് പകരം പാസ്ചറൈസ് ചെയ്ത് തന്നെ പാൽ വിൽക്കാനുള്ള പ്ലാന്റ് വേണമെന്ന് സർക്കാർ ഭേദഗതി നൽകി. ഇതോടെ പിന്നോട്ട് പോയ കോർപ്പറേഷൻ 100 പശുക്കൾ എന്നതിന് പകരം ആദ്യഘട്ടത്തിൽ 30 പശുവിനെ വാങ്ങിച്ച് ഫാം ആരംഭിക്കുകയായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച പാൽ ലഭിച്ചില്ല. 2016 മുതൽ 2022 വരെയുള്ള നടത്തിപ്പിൽ ഉദ്യോഗസ്ഥാനാസ്ഥയിൽ ഫാം നഷ്ടത്തിലേക്ക് കുപ്പുകുത്തി. ഇതോടെ 5 വർഷത്തേക്ക് ഫാം പട്ടത്തിന് നൽകാൻ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 22-ന് തിരുവനന്തപുരം സ്വദേശി എസ് സന്തോഷിന് 38 ലക്ഷം രൂപയ്ക്ക് ഫാം വാടകയ്ക്ക് കൊടുത്തു. എന്നാൽ സെക്യൂരിറ്റി തുകയായ 1 ലക്ഷം രൂപ മാത്രം അടച്ച സന്തോഷ് 2 തവണയായി 17 പശുക്കളെയും കിടാരികളെയും കടത്തിയെന്നാണ് പരാതി. അഡ്വക്കേറ്റ് മുഹമ്മദ് ഫൈസൽ എന്നയാൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയതോടെയാണ് പശുമോഷണം പുറത്തറിയുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ജീവനക്കാരനായിരുന്ന മുളിയാർ സ്വദേശി എം ഗംഗാധരൻ വിജിലൻസിലും പരാതി നൽകിയിട്ടുണ്ട്. ഫാമിൽ നടക്കുന്ന ചുരുക്കി പറഞ്ഞാല് തട്ടിപ്പ്. 100 പശുവിനെ വളർത്തേണ്ട പ്രോജക്റ്റാണ് തയ്യാറാക്കിയത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ. മറ്റേ പശുവിനെ വാങ്ങിയത് 30. ചെലവ് 100 പശുവിനെ വളർത്തുന്നതും 30 പശുവിനെ പോറ്റുന്നതും ചെലവ് ഒരേപോലെ, വരുമാനമില്ല. പിന്നെ അവസാനം കോർപ്പറേഷൻ നടത്താൻ പറ്റുന്നില്ല. ലീസ് കൊടുക്കുന്ന തീരുമാനിച്ചിട്ടാകുമ്പോൾ ലീസ് എടുത്തു. ഒരു സന്തോഷ് സർജിന്റെ ഒരാൾ തിരുവനന്തപുരത്തുകാരൻ ലീസ് നടത്തേണ്ട ടെൻഷനായി. ഇവൻ അതിന് പകരം പിച്ചെന്ന പശുവിനെയും അതിന്റെ കിടാവിനെയും എല്ലാം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. വാടക ഇനത്തിൽ കിട്ടേണ്ട തുകയും പശുക്കളുടെ വിലയുമടക്കം കോടികളുടെ നഷ്ടമാണ് കോർപ്പറേഷനുണ്ടായത്. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് തട്ടിപ്പ് നടന്നതെന്നാണ് ആക്ഷേപമുയരുന്നത്. കൈരളി ന്യൂസ്, കാസർഗോഡ്.